നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം നഗരസഭയിൽ 23-ാം ഡിവിഷനിൽ പമ്പഴക്കുന്നേൽ അനന്തു അശ്വതി ദമ്പതികളുടെ ഏക മകനായ 3 മാസം മാത്രം പ്രായമുള്ള ധ്രുവൻ എന്ന കുട്ടി സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കുട്ടിയുടെ ജീവന് ഭീഷണിയുള്ള അത്യപൂർവമായ ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണിത്. നിലവിൽ റിസ്ഡിപ്പാം മരുന്നാണ് നൽകുന്നതെങ്കിലും ജീൻ തെറാപ്പി ആരംഭിക്കുന്നതിന് വിദേശത്ത് നിന്നും മരുന്ന് എത്തിക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദിവസ വേതനക്കാരനായ അനന്തുവിന്റെ വരുമാനം കൊണ്ട് കുട്ടിയുടെ ദൈനംദിന ചെലവുകൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഈ സാഹചര്യത്തിൽ ധ്രുവന്റെ ജീവൻ രക്ഷിക്കുന്നതിന് നമ്മുടെ നാട് ഒറ്റക്കെട്ടായി നിന്ന് ഈ കുടുംബത്തെ സഹായിക്കേണ്ട സമയമാണിത്. ഇതിനായി MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം നഗരസഭ ടൗൺ ഹാളിൽ സർവകക്ഷി യോഗം വിളിച്ചു. കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർമാൻ റജി ജോൺ, വൈസ് ചെയർമാൻ ലിസി ജോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ എന്നിവർ സർവകക്ഷി യോഗത്തിൽ നമ്മുടെ നഗരസഭയുടെ 23-ാം ഡിവിഷനിലുള്ള 3 മാസം മാത്രം പ്രായമുള്ള ധ്രുവൻ എന്ന കുഞ്ഞ് ഒരുപക്ഷെ ഇരിക്കുന്ന എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ വഴി ആ കുഞ്ഞിന്റെ അസുഖവിവരം അറിഞ്ഞാണ്. അത്യപൂർവമായ ന്യൂറോ മസ്കുലർ ഡിസോർഡറാണിത്. നിലവിൽ 2 മാസം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ അസുഖം, അതായത് കാലിന് ശോഷണം കണ്ടപ്പോഴാണ് ഡോക്ടർമാരെ സമീപിച്ച് ഈ അസുഖം സ്ഥിരീകരിച്ചത്. ഇതിനു മുമ്പ് പല രൂപത്തിലുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടി കമ്മിറ്റികളെല്ലാം നമ്മൾ രൂപീകരിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സാ ഫണ്ടെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് വലിയ എമൗണ്ടാണ്. 16 കോടി രൂപ ചെലവ് വരുന്ന ഒരു ചികിത്സയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഒരു പക്ഷേ ചിലപ്പോൾ അതിന് കൂടുതൽ വരുന്ന ഒരവസ്ഥയിലേക്ക് വരാം. അപ്പം നമ്മൾ ഈ പൈസ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതുപോലൊരു ചെറിയ കമ്മിറ്റി നഗരസഭയുടെ നേതൃത്വത്തിൽ കൂടുന്ന ഒരു കമ്മിറ്റി കൊണ്ട് ഈ 16 കോടി രൂപ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. അതുപോലെ തന്നെ ഈ തുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് ഇമ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻ്റെ ടാക്സ് റിക്കവറി ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള അതിനൊരു പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ തുക നടക്കുന്നത് പോലെ തന്നെ സമാഹരിക്കാനുള്ള വലിയൊരു ഉദ്യമം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. കുട്ടികളെ അറിയാം, ചെറുത് വലുതുമായ ഒരുപാട് ചികിത്സാ പദ്ധതികളിലൊക്കെ ഭാഗമായിട്ടുണ്ട്. പരമാവധി ഏതാണ്ട് 1 കോടി രൂപ വരെ കളക്ട് ചെയ്ത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ലഭ്യമാക്കിയ അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. പരമാവധി 1 കോടി രൂപ വരെയുള്ള കളക്ഷനാണ് നമ്മൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. പല ചികിത്സയ്ക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 40 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം പൂർത്തിയായിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു തുകയുടെ ഒരു സമാഹരണ പദ്ധതി ഇന്ന് നമുക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത്. അതെങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ആലോചനയ്ക്ക് വേണ്ടിയാണ് എല്ലാ കക്ഷി നേതാക്കളും ഉൾപ്പെടെ ഇന്ന് കൂത്താട്ടുകുളത്തിലെ വ്യാപാരികളടക്കം റെസിഡന്റ് അസോസിയേഷൻ, CDS എല്ലാ മേഖലയിലുള്ളവരെയും പിടിച്ച് ഈ യോഗം ആലോചന യോഗം കൂടുന്നത്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.